ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി വമൻവാല വബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തുർജി മൻ തശാഉ മിൻഹുന്ന വതുവി ഇലൈക മൻ തശാ വമൻ ഇബ്തഗൈത മിമ്മൻ അസൽത ഫലാ ജുനാഹ അലൈക ذلك أدنى أن تقر أعينهن ولا يحزن ويرضين بما آتيتهن كلهن والله يعلم ما في قلوبكم وكان الله عليما حليما. ഈ ആയത്താണ് വിശദീകരിച്ചത്. അതിൽ നമ്മൾ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞ ഭാര്യമാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എന്ത് ചെയ്യാം, പിന്നെ അവരെ സ്വീകരിക്കാം. അല്ലാത്തവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോട് അകന്ന് കഴിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഭാര്യമാരുടെ വിഷയത്തിൽ ഈ ഒരു ഖിയാർ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം, തഖീർ നൽകി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തില്ല, അതിൻ്റെ പേരിൽ പിന്നെ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകറ്റി നിർത്തിയില്ല. അതൊന്ന്. പിന്നെ രാവുകൾ, ബഹുഭാര്യമാരുണ്ടാകുമ്പോൾ രാവുകൾ എന്ത് ചെയ്യാം, കൃത്യമായിട്ട് വീതിക്കണം എന്ന് പറഞ്ഞല്ലോ, അതിന് തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ കൃത്യമായിട്ട് രാവുകളെ വീതിക്കേണ്ട അവസ്ഥയില്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് നൽകിയത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാലും, അതാണ് ആയിഷ റളിയല്ലാഹു തആല നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ ഭാര്യമാരുടെ വീണ്ടും എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് വീതിക്കുമായിരുന്നു. ഒരാളുടെയും അവകാശം റസൂലുള്ളാഹി ഹനിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് മുആദ ചോദിച്ചില്ലേ, എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിച്ചിരുന്നത് റസൂലുള്ളാഹി അനുവാദം ചോദിക്കുകയാണെങ്കിൽ? അപ്പോൾ എൻ്റെ ദിവസം അത് ഞാൻ ആർക്കും തരില്ല, അതെനിക്ക് സ്വാർത്ഥമാണെന്ന് ഞാൻ പറയുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇനിയുള്ള ഈ ആയത്തും ഇതേ തുടർന്നുള്ള ആയത്തൊക്കെ വരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിലാണെന്ത് ഈ പിന്നെ മദീനയിൽ സംസാരങ്ങളും ചർച്ചകളും തുടർന്നത്, പ്രത്യേകിച്ച് ഈ കപട വിശ്വാസികളുടെയും യഹൂദന്മാരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ. അതുകൊണ്ട് തന്നെ സൂറത്തുൽ അഹ്സാബ് അല്ലേ, വിശുദ്ധ മദീനയിൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമായുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെയൊക്കെ പ്രതിപാദ്യം. അതിൽ ലാ യഹില്ലു ലകൻ നിസാഉ മിൻ ബഅദു വലാ അൻ തബദ്ദല ബിഹിന്ന മിൻ അസ്വാജിൻ വലൗ അഅജബക ഹുസ്നുഹുൻ ഇല്ലാ മാ മലകത് യമീനുക വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ വല്ലാഹു യഅലം മാ ഫീ ഖുലൂബികും വകാന അല്ലാഹു അലീമൻ ഹലീമ. അത് പറഞ്ഞില്ലേ ആയത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ വിഷയമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അവിടെ പിന്നെ അഭിസംബോധനയെങ്കിലും അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്ന ഭർത്താവ്, പിന്നെ അവിടുത്തെ ഭാര്യമാർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഈ വിഷയം പറഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ ഭാര്യമാരോടുള്ള നിങ്ങളുടെ ഈ ഒരു പെരുമാറ്റം ഇത് എങ്ങനെയാകുമ്പോൾ അതാണ് അവരുടെ കൺകുളിർക്കാനും അവർ ദുഃഖിക്കാതിരിക്കാനും നിങ്ങൾ നൽകിയതിൽ അവർ പ്രീതിപ്പെടാനും ഒക്കെ അതാണ് ഏറ്റവും കരണീയമായതെന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു യഅലം മാ ഫീ ഖുലൂബികും, നിങ്ങൾ ഭർത്താക്കന്മാർ അതേപോലെ തന്നെ ഭാര്യമാർ അന്യോന്യം എങ്ങനെ അവകാശങ്ങൾ നൽകുന്നതിലെങ്ങനെ, അതൊക്കെ സ്വകാര്യതകളാണ് അല്ലേ, അതൊക്കെ സ്വകാര്യതകളാണ്, പ്രത്യേകിച്ച് ഈ അവകാശങ്ങൾ നൽകുന്ന വിഷയത്തിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം, വല്ലാഹു യഅലം മാ ഫീ ഖുലൂബികും, നിങ്ങളുടെ സ്വകാര്യതകൾ, രഹസ്യങ്ങൾ, അതൊക്കെ നെഞ്ചകത്തുള്ള കൽബകത്തുള്ള വിഷയമാണ്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ കരുതണം എന്നുള്ളൊരു ബോധനാണ് അവിടെ ഉള്ളത്. പിന്നെ അതിനോട് അനുബന്ധം പറഞ്ഞത് വകാന അല്ലാഹു അലീമൻ ഹലീമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമുടയവനാണ്, അറിവുള്ളവനാണ്. അതേപോലെ തന്നെ ഹിൽമ്, എന്താ ഹിൽമ്, അവധാനത, സാവകാശം, വിവേകം ഒക്കെയാണ് ഹിൽമ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിൽമുള്ളവനാണ്, അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവധാനതയുള്ളവനാണ്. അള്ളാഹുവിൽ നിന്നെന്തില്ല പെട്ടെന്നുള്ള പിടികൂടലോ ശിക്ഷയോ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാലതാമസം തരുന്നവനാണ്. നന്നാകാൻ ആഗ്രഹിക്കുന്നവർക്ക് പശ്ചാത്തപിക്കാനും നന്നാകാനും. എന്താ ഹിൽമ്, വിവേകം, സാവകാശം, അവധാനത. ശിക്ഷ അർഹിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് പിടികൂടി ശിക്ഷിക്കൂല, പിന്നെയോ അള്ളാഹു കാലതാമസം നൽകും. അതിൽ നന്നാവാൻ ഭാവിക്കുന്നവർക്ക് നന്നാവാനുള്ള അവസരം നൽകും. അങ്ങനെ അവധാനതയുള്ളവൻ,
അതാണ് അള്ളാഹുവിൻ്റെ ഇൽമിൻ്റെ ഒരു പ്രത്യേകത. വിവേകം, അവധാനത. ഒരു വ്യക്തി ഹലീമാകുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മക്കാമാണ്. അയാൾ ക്ഷിപ്രകോപിയാകില്ല, അതേപോലെ തന്നെ എടുത്തു ചാടില്ല, ചിന്തിച്ച് ആലോചിച്ച് പറയും. ഇതൊക്കെയല്ല ഒരു മനുഷ്യൻ്റെ പ്രത്യേകത. ഹലീം. നമ്മൾ 2 ആഴ്ച മുമ്പ് ഒരു ഖുത്തുബയിൽ ഒരു സംഭവം കേട്ടില്ലേ? ഖുത്തുബ ഭാഷയിൽ ഒരു സ്ത്രീ അബ്ദുൽ കരീം അൽ അസ്മാഇ കൂട്ടുകാരോടൊത്ത് വഴി തെറ്റി. കൂട്ടുകാരോടൊത്ത് വരികയാണ്, പോവാണ്. അപ്പം മരുഭൂമി യാത്രയല്ലേ, മരുഭൂമിയിൽ വഴി തെറ്റി. അങ്ങനെ മരുഭൂമിൻ്റെ ഉള്ളിലേക്ക് അവർ വഴി തെറ്റിപ്പോയി. ഇപ്പം തന്നെ അറിയാലോ, ആളുകൾ വഴി തെറ്റിയിട്ടെങ്കിൽ റബുൽ ഖാലിയിലൊക്കെ പോയാൽ ആളുകൾ വടിയാവും. അപ്പോൾ അന്ന് വഴി തെറ്റിയപ്പോൾ അസ്മാഇ ആകെ പരവശനായി. അങ്ങനെ എന്ത് ചെയ്ത് ഒരു കുടിൽ കണ്ട്, ഒരു ഹൈമ ടെൻറ്റ്. അപ്പോൾ അതിന് ലക്ഷ്യമാക്കിയിട്ട് വേഗം പോയപ്പോൾ ആ ഹൈമയിൽ ഒരു അജൂസ്, ഒരു കിളവി, വൃദ്ധ സ്ത്രീയാണ്. അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് അസ്മാഇ പറഞ്ഞപ്പോൾ അവർ വലൈക്കും അസ്സലാം അനിൽ ഖൗം, ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പിന്നെ ഖൗമുൻ സുഫർ, ഞങ്ങൾ യാത്രക്കാരാണ്, വലൽ നത്തരീഖ്, വഴി തെറ്റിപ്പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നഹ്നു ജിയ, ഞങ്ങൾക്ക് വിശന്നിട്ട് വയ്യ, ഞങ്ങൾ വിശപ്പുള്ളവരാണെന്ന് പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് പിന്നെ വരാൻ പറഞ്ഞ്, ഹൈമല്ലേ, എന്നിട്ട് ഹൈമയിൽ അവരോട് അങ്ങോട്ട് മുഖം തിരിച്ചിരിക്കാൻ പറഞ്ഞത്. വെറുതെ രമ്യാണ്. അങ്ങനെ പിന്നെ അവർ വലൈക്കും സലാം, ഇവർക്ക് വിശപ്പ് മാറ്റാനുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് അസ്മാഇ പറയാണ്, വിട്ടുന്നൊരു ഒട്ടകപ്പുറത്ത് ഒരാൾ വരികയാണ്. അപ്പോൾ ഈ അജൂസ് ആ ഒട്ടകത്ത് നോക്കിയിട്ട് പറയാണ്, അസ്അലുല്ലാഹ ബറക്കത്തൽ മുഖ്ബിൽ, ആഗതൻ്റെ ബർക്കത്ത്, അനുഗ്രഹം ഞാൻ അള്ളാഹിനോട് തേടുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് അവർ പറയാണ്, അൽ ബഈറു അഖീലിൻ വലാകിൻ അൽ മുഖ്ബിൽ ലൈസ ബി അഖീൽ, ഒട്ടകം അഖീലിൻ്റെ ഒട്ടകമാണ്, പക്ഷേ ഒട്ടകപ്പുറത്ത് വരുന്നവൻ അഖീലല്ല എന്ന് പറയുന്നു. അപ്പോൾ ഇവരുടെ മകൻ അഖീൽ, അയാളുടെ ഒട്ടകാണത്, പക്ഷേ ഒട്ടകപ്പുറത്ത് വരുന്നത് അഖീലല്ല. അപ്പോൾ ആഗതൻ്റെ ബർക്കത്ത് ഞാൻ അള്ളാഹിനോട് തേടുന്നു പറയാണ്. അപ്പോൾ പിന്നെ ആഗതന് അടുത്തെത്തിയിട്ട് പറയാണ്, അസ്സലാമു അലൈക യാ ഉമ്മ അഖീൽ, അല്ലാഹു അജ്റകി ഫി അഖീലിൻ എന്ന് പറയുന്നു. സലാം പറഞ്ഞിട്ട് പറയുന്നത് അല്ലാഹു അജ്റകി ഫി അഖീലിൻ, അനുശോചനം രേഖപ്പെടുത്താൻ, അനുശോചനാണത്. അപ്പോൾ അവമാത്ത അഖീൽ മരിച്ചോ ചോദിക്കണം ഈ വയസ്സയമ്മ. അപ്പോൾ പറയാണ്, ഇസ്ദഹമത്ത് അലൈഹിൽ ഇബിൽ ഫാസ്ഖത്തതുഹു ഫിൽ ബിർ, ഒട്ടകങ്ങളൊന്നായിട്ട് തിരക്കൂട്ടി അങ്ങനെ അഖീലിനെ കണ്ടിട്ട് തള്ളിയിട്ടു, അങ്ങനെ അഖീൽ മരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഈ സ്ത്രീ എന്ത് ചെയ്യാണ്? അപ്പോൾ ഈ അതിൻ്റെ ഏക മകനാണ് അഖീൽ മരിച്ച വാർത്തയാണ് പറയുന്നത്. അപ്പോൾ ഈ സ്ത്രീ ഇത് കേട്ടപ്പോൾ തന്നെ എന്ത് ചെയ്ത്, ആ ഹൈമയിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് ഇവൻ്റെ അടുത്ത് കൊടുക്കുകയാണ്, ഈ ഒട്ടകപ്പുറത്ത് വന്നവൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത്, ഇത് ബഹ്ലൻ ലി കബിഷൻ, ഒരു ആടിനിറക്കാൻ പറയാണ് അതിൻ്റെ. എന്നിട്ട് അതിന് നന്നാക്കി തോലക്കി റെഡിയാക്കി തരാൻ പറയണം. അപ്പോൾ തന്നെ എന്ത് ചെയ്തു, ആ കത്തി വാങ്ങിയിട്ട് വന്ന ആൾ ആടിനറുത്ത് അതിന് മാംസം റെഡിയാക്കിയിട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് ഉമ്മ ഭക്ഷണം ഉണ്ടാക്കി ആട്ട് മാംസവും ഒക്കെ തയ്യാറാക്കി. എന്നിട്ട് അവർക്ക് അതിഥികൾ 3 പേരുണ്ട്, അസ്മാഇയും 2 പേര്, അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അസ്മാഇ പറയാണ്, ഞങ്ങൾ അതിൻ്റെ ഏക മകൻ്റെ മരണവാർത്തയാണ് വന്നത്, പക്ഷേ അത് കേട്ടഭാവം പോലും ഇല്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഈ ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് വെച്ച് എന്നിട്ട് ഞങ്ങളെ കൊണ്ട് കഴിപ്പിച്ചു. എന്നിട്ട് അവർ ചോദിച്ചു, അൽ ഫീക്കും അഹദിൻ യുഹ്സിനുൽ യുഹ്സിന് കിതാബ് അല്ലാ, നിങ്ങൾക്കാർക്കെങ്കിലും അള്ളാൻ്റെ കിതാബ് നന്നായി ഓതാൻ അറിയുമെന്ന് ചോദിക്കാനാണ്. അപ്പോൾ ഇതൊരു നിരക്ഷരയായ ഒരു സ്ത്രീയും കൂടിയാണ്. അള്ളാൻ്റെ കിതാബ് ഓതാൻ കഴിയുന്നവരുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ അസ്മാഇ പറയാൻ ഞാൻ ഓതും എന്ന് പറയുന്നു. അപ്പോൾ ഇഖ്റ അലയ്യ, ഓതാൻ പറയണം. അപ്പോൾ അസ്മാഇ ഓതി കൊടുക്കണം. വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. നോക്കിക്കൊടുത്ത് അല്ലദീന ഇദാ വബശ്ശിരി സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. അല്ലദീന ഇദാ അസാബതുഹും മുസീബ, അവർക്ക് വല്ല ദുരിതവും ഏറ്റാൽ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവർ പറയും. ഉലൈക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം, അവർക്കാണ് അവരുടെ റബ്ബിൽ നിന്നുള്ള പ്രശംസകൾ. അതേപോലെ സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, കാരുണ്യവും. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗം പ്രാപിച്ചവർ എന്നാണ് അതിൻ്റെ മാന. ആ അർത്ഥത്തിൽ ആയത്ത് ഒതുക്കുന്നു. അപ്പോൾ ഉമ്മ ചോദിക്കാണ്, അല്ലാഹ് ഇന്ന ഹഫി കിതാബില്ല, അള്ളാഹുവാണ് ഇത് അള്ളാഹിൻ്റെ കിതാബിലുള്ളതാണെന്ന് ചോദിക്കുകയാണ്. ഈ ഇങ്ങനെ ആയത്ത് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്.
അപ്പോൾ ഇതേ പറയണ അള്ളാഹ് ഇന്ന ഹമി ഫി കിതാബില്ല എന്ന് അസ്മായി പറഞ്ഞു എന്നാണ്. അപ്പോൾ ഉടനെ അവർ പറയണം ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ സബ്റൻ ജമീല അഹ്തസിബു ഇൻദല്ലാഹി അഖീല അല്ലാഹുമ്മ ഇന്നി ഫഅൽതു മാ അമർതനി ബിഹി ഫൻജുസ് ലി മാ വഅദ്തനി ലി ലൗ തുരിക അഹദുൻ ലി അഹദിൻ ലതുരിക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ഉമ്മത്തി. അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് സബ്റൻ ജമീല, ഞാൻ ഭംഗിയായി ക്ഷമിക്കുന്നു. എൻ്റെ ക്ഷമ അത് ഭംഗിയായിട്ടുള്ള ക്ഷമയാണ്. മകൻ അഖീലിനെ ഞാൻ അഹ്തസിബു ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏൽപ്പിച്ചിട്ട് അതിൽ പ്രതിഫലം കാക്ഷിക്കുകയാണ്. അള്ളാഹുവേ ഇന്നി ഫഅൽതു മാ അമർതനി ബിഹി, നീ എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തു. എന്താ? ക്ഷമിക്കാനും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്തു. ഫൻജുസ് ലി മാ വഅദ്തനി, അതുകൊണ്ട് നീ വാഗ്ദാനം ചെയ്തത് നീ എനിക്ക് പൂർത്തീകരിച്ച് തരണമേ. എന്താ? ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബി വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അതെനിക്ക് പൂർത്തീകരിച്ച് തരണമേ. അലൈഹി സ്വലാത്തു അവർ പറയുന്നത് ലൗ തുരിക അഹദുൻ ലി അഹദിൻ, ഒരാൾക്ക് വേണ്ടി വിട്ടേച്ചിരുന്നുവെങ്കിൽ ലതുരിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു വിട്ടേക്കുമായിരുന്നു. അതുണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അഖീലിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേണ്ടി വിട്ടിട്ടില്ല എങ്കിൽ അതുകൊണ്ട് ഞാൻ അക്ഷമയാകുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ അവർ ക്ഷമിച്ചു എന്നാണ്. അതാണ് ഹിൽം, അതാണ് ഹിൽം, അതിൻ്റെ ഒരു ചരിത്രം. ഈ അക്ഷമ കാണിക്കാതെ, അനിഷ്ടങ്ങൾ പറയാതെ, അവധാനതയും സാവകാശവും ഒതുക്കവും, അതാണ് ഹിൽം മനുഷ്യരിൽ. അങ്ങനെയുള്ള പലരും അറബികളിൽ ധാരാളം സഹാബികളിൽ, അതിൽ പിന്നെ മുആവിയ റളിയല്ലാഹു തആല അൻഹു, താബഈങ്ങളിൽ അൽ അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു, അതേപോലെ തന്നെ സഹാബികളിൽ അബ്ദുല്ലാഹി ഇബ്നു ഖൈസ് റളിയല്ലാഹു തആല അൻഹു സ്വല്ലല്ലാഹു തങ്ങൾ ഇന്ന ഫീക ഖസ്ലതൈൻ ല ഖസ്ലതൈൻ യുഹിബ്ബുഹും അല്ലാഹു, നിങ്ങളിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട്, അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ലേ, അൽ ഹിൽമു വൽ അനാത്ത്, ഹിൽമും അനാത്തും. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവധാനത, വിവേകം. ഏതായാലും അതിൽ മഹാഗുണാണ് മനുഷ്യരിൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലീമാണ്. അള്ളാഹു ഒരിക്കലും പെട്ടെന്ന് ക്ഷോഭിച്ച് ആളുകളെ പിടികൂടെ ശിക്ഷിക്കുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവധാനതയും സാവകാശവും നൽകും. മനുഷ്യന്മാരെ നന്നാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നന്നാവാനും തോബക്ക് അവസരം ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ട്. ഏതായാലും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വകാന അല്ലാഹു അലീമൻ ഹലീമ. കാന അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആയിരുന്നു എന്നല്ല, പിന്നെ അള്ളാഹു ആകുന്നു, ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അലീമൻ ഹലീമൻ. ഇനി ഇവിടെ ലാ യഹില്ലു ലക നിസാഉ മിൻ ബഅദു, ലാ യഹില്ലു ലക്, താങ്കൾക്ക് അനുവദനീയമാകൂല, ഹലാലാവുകയില്ല. ലാ യഹില്ലു, ഹല്ല യഹില്ലു, അനുവദനീയമാവുകയില്ല. അന്നിസ, നിസ എന്ന സ്ത്രീകൾ. മിൻ ബഅദു, ബഅദാണ് ശേഷം, മിൻ ബഅദു. ഈ ബഅദു ബർഫ് എന്ന് പറയും. അത് മുബാഫാണ്. അതിൻ്റെ മുബാഫിനിലേക്ക് പറഞ്ഞിട്ടില്ല, മുബാഫിനിലേക്ക് കളഞ്ഞു പറയാം. മിൻ ബഅദു, അതാണ് ശേഷം. സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദനീയമല്ല. ശേഷം അറിയുമ്പോൾ ഏതിൻ്റെ ശേഷം, ഏതിൻ്റെ ശേഷം അതുകൂടെ പറയില്ല, ഏതിന് ശേഷമാണ് എന്ന് പറഞ്ഞില്ല. വലാ അൻ തബദ്ദല ബിഹിന്ന മിൻ അസ്വാജിൻ വലൗ അൻ തബദ്ദൽ. തബദ്ദൽ എന്നുള്ളത് എന്താ, ഏതിൽ നിന്ന് വരുന്നതാണ്? ബദ്ദല അല്ലേ, ബദ്ദല. ഇത് ശരിക്കും തതബദ്ദൽ എന്നാണ്. ബദ്ദൽ, തനസ്സലുൽ മലായികത്തു പറഞ്ഞേ, അതേപോലെയാണ് തബദ്ദല, തനസ്സല. അതിൻ്റെ അസല് തതബദ്ദലു എന്നാണ്. തബദ്ദല, യതബദ്ദലു, തതബദ്ദലു. താ കളഞ്ഞു പോയതാണ് തഖ്ഫീഫിന് വേണ്ടി. വല അൻ തബദ്ദല എന്ന് പറഞ്ഞാൽ വല അൻ തതബദ്ദല, ബദലാക്കാൻ, ബദലാക്കാൻ. ബദല, ബദ്ദല എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഒന്നിന് പകരം മറ്റൊന്ന്, ഒന്ന് കൊടുത്ത് മറ്റൊന്ന് പകരം കൊള്ളുക. രണ്ടെണ്ണം വേണം, ഒന്ന് മാറ്റി മറ്റൊന്ന് എടുത്തതിനാണ് തബദ്ദല. വല അൻ തബദ്ദല ബിഹിന്ന, അവർക്ക് പകരമായി, ബി അവർക്ക് പകരമായി, പകരം കൊള്ളാൻ. അതും ലാ യഹില്ലു,
അനുവദനീയമല്ല എന്നാണ്. ലാ യഹില്ലു ലക്, താങ്കൾക്ക് അനുവദനീയമല്ല. ആരെ പകരം കൊള്ളാം? മിൻ അസ്വാജിൻ, അസ്വാജ്, സൗജിൻ്റെ ബഹുവചനം അസ്വാജ്. സൗജ് എന്ന് പറഞ്ഞാൽ ഇണ എന്നർത്ഥം. ഇണ ഭർത്താവിനും പറയും ഭാര്യക്കും പറയും. ഭർത്താവിനോട് നിൻ്റെ സൗജ് പറഞ്ഞാൽ ഭാര്യ എന്നാണ് ഉദ്ദേശം. ഭാര്യയോട് നിൻ്റെ സൗജ് പറഞ്ഞാൽ ഭർത്താവാണ് ഉദ്ദേശം. സൗജ് അതിൻ്റെ ബഹുവചനം അസ്വാജ്, അസ്വാജ്. അപ്പോൾ ലാ യഹില്ലു ലക നിസാഉ മിൻ ബഅദു, ഇതിന് ശേഷം, ഇതിനപ്പുറം സ്ത്രീകൾ താങ്കൾക്ക് അനുവദനീയമല്ല. വല അൻ തബദ്ദല ബിഹിന്ന, ഇവർക്ക് പകരം കൊള്ളാനും താങ്കൾക്ക് അനുവദനീയമല്ല. മിൻ അസ്വാജിൻ, മറ്റ് സൗജുകളെ, ഇണകളെ, ഭാര്യമാരെ. വലൗ അഅജബക, താങ്കളെ കൗതുകപ്പെടുത്തിയാലും. വലൗ അഅജബക, അഅജബ പറഞ്ഞാൽ കൗതുകപ്പെടുത്തി, ആശ്ചര്യപ്പെടുത്തി. അഅജബക, താങ്കളെ കൗതുകപ്പെടുത്തിയാലും ലൗ, ശരി. ഹുസ്നുഹുന്ന, ഹുസ്നുഹുന്ന എന്ന് പറഞ്ഞാൽ ഈ അസ്വാജിൻ്റെ ഹുസ്ൻ, അവരുടെ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ സൗന്ദര്യം, ഭംഗി, ശാരീരികമായാകാം, സ്വഭാവപരമാകാം. ഇല്ല മാ മലക്കത്ത് യമീനുക്, ഇല്ല മാ മലക്കത്ത്, ഇല്ല എന്നാണ് അവിടെ ലാക്കിൻ. എന്നാൽ മാ മലക്കത്ത് യമീനുക്, താങ്കളുടെ മിൽക്ക് യമീൻ, താങ്കളുടെ യമീൻ ഉടമപ്പെടുത്തിയത്, താങ്കളുടെ യമീൻ ഉടമപ്പെടുത്തിയെന്ന് താങ്കളുടെ കീഴിലുള്ള മിൽക്ക് യമീൻ, അവരെ താങ്കൾക്ക് അനുവദനീയമാണ്, അവരെ താങ്കൾക്ക് അനുവദനീയമാണ്. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാര്യമാരുടെ വിഷയത്തിൽ നൽകുന്ന മറ്റൊരു വിധിയാണിത്. ഈ ആയത്തിനെക്കുറിച്ച് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അതുപോലെ ഇമാം മുജാഹിദ് ബിൻ ജബർ, ഖതാദ ഇബ്നു ദഅാമ സുദൂസി തുടങ്ങിയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്, ഇബ്നു കസീർ കൊടുക്കുന്നുണ്ട്. ഇബ്നു കസീർ പറയുന്നത് ഖാല ഗൈറു വാഹിദിൻ മിനൽ ഉലമ കബ്നി അബ്ബാസിൻ വ മുജാഹിദിൻ വ ഖതാദത വ ഗൈറുഹും. ഇങ്ങനെ ഇബ്നു കസീറിൻ്റെ പ്രയോഗമാണ്. ഇബ്നു അബ്ബാസ്, മുജാഹിദ്, ഖതാദ തുടങ്ങിയുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞു, ഹാദിഹിൽ ആയത്തു നസലത്ത്, ഈ ആയത്ത് ഇറങ്ങി മുജാസാത്തൻ ലി അസ്വാജി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്കുള്ള പ്രതിഫലമായിട്ട് ഈ ആയത്ത് ഇറങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്കുള്ള ഗിഫ്റ്റാണെന്നാണ്. മുജാസാത്ത്, പ്രതിഫലം. വരിദല്ലാഹി അൻഹുന്ന, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടതിൻ്റെയും വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ലിഹുസ്നി സനീഇഹിന്ന, അവരുടെ നല്ല ചെയ്തി കാരണത്താൽ, ഭാര്യമാരുടെ നല്ല ചെയ്തി കാരണത്താൽ. ഫി ഇഖ്തിയാരിൻ അല്ലാഹ വ റസൂലഹു വദ്ദാറൽ ആഖിറ, അള്ളാഹുവേയും അള്ളാഹിൻ്റെ റസൂലിനെയും അന്ത്യനാളിനെയും അവർ തങ്ങൾക്ക് തിരഞ്ഞെടുത്തു. അതിൽ എന്താ, അള്ളാഹു അവരെ പ്രീതിപ്പെട്ടു, അള്ളാഹു അവർക്ക് പ്രതിഫലം കനിഞ്ഞു. ആ പ്രതിഫലമാണ് ഈ ആയത്ത് എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവർക്ക് ഒരു തഖീർ ഉണ്ടല്ലോ, തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം നൽകിയിരുന്നു. നിങ്ങൾക്ക് ഭൗതികമായ ജീവിതവും അതിൻ്റെ വിശാലതയുമാണ് വേണ്ടത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ നല്ല രീതിയിൽ യാത്രയാക്കാം, നിങ്ങൾക്ക് മത്താവ് തരാം, നിങ്ങൾക്ക് പോകാം. അതല്ല അള്ളാഹുവേയും റസൂലിനെയും അന്ത്യനാളിലെ ജീവിതവുമാണ് വേണ്ടത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ജീവിതത്തിൽ ആ പരിമിതി ഉണ്ടല്ലോ, അത് ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ഇത് തിരഞ്ഞെടുക്കാം ആണ് സ്വാതന്ത്ര്യം. നമുക്ക് അത് മുമ്പ് പോയി നമ്മൾ പഠിച്ചു പോയതാണ് ഉണ്ടല്ലോ. റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ വിഷയത്തിലാണല്ലോ ഈ ആയത്തുകളുടെ ഒക്കെ വിഷയം വരുന്നത്. അത് കുറേ മുമ്പേ നമ്മൾ പഠിച്ചു പോയതാണ്. യാ നിസാ അൻ നബി എന്ന് പറഞ്ഞില്ലേ, ഇൻ കുൻതുന്ന തുരീദിന അല്ലാഹ വ റസൂലഹു വദ്ദാറൽ ആഖിറ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്ത്, ഒറ്റയടിക്ക് അള്ളാഹുവെ തിരഞ്ഞെടുത്തു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുത്തു, അന്ത്യനാളിനെ തിരഞ്ഞെടുത്തു. അതിനുള്ള ഗിഫ്റ്റ് അള്ളാഹു അതിൽ അവരെ തൃപ്തിപ്പെട്ടു എന്നതിൻ്റെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങിയത്. ആയത്തിൽ ലാ യഹ്ലു ലക നിസാഉ മിൻ ബഅദു, ഈ ഭാര്യമാർ ഇനി ഇതിനപ്പുറം ഒരു സ്ത്രീയും താങ്കൾക്ക് എന്തല്ല അനുവദനീയമല്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന ആ പദവി, ക്രെഡിറ്റ് അത് ഇവരിൽ ഇത് ഈ ദുനിയാവിലെ നശ്വരമായ ദിനരാത്രങ്ങളുടെ വിഷയമല്ലത്. പിന്നെ ഇത് സ്വർഗത്തിലേക്ക്, അതിൻ്റെ അത്യുന്നതങ്ങളിലേക്ക്, അവിടെ അൽ വസീലയുണ്ട്, അൽ ഫദീലയുണ്ട്, അൽ ഫിർദൗസുൽ ആലയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അൽ മഖാമുൽ മഹ്മൂദ്, അത് അവിടേക്കാണ് ആര് പോണത്, ഈ ഭാര്യമാർ പോണത്. അതൊരു വലിയ മഖാമാണ്, ദർജയാണ്. അപ്പോൾ
അതിൽ ഈ 9 പേർ ആ ഒരു സ്ഥാനം ലഭിച്ച് അവർ കഴിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ അത് ഇവർക്ക് ഈ നിഫ്ലാസൽ തങ്ങൾ ഇവിടെ ജീവിച്ച നാളിൽ പരിമിതികളായിരുന്നു. നിഫ്ലാസൽ തങ്ങളുടെ വീടിൻ്റെ അവസ്ഥയും ഹുജറകളുടെ അവസ്ഥയൊക്കെ എന്തായിരുന്നു, പിന്നെ അവിടെ ഉണ്ടായിരുന്ന വിഭവങ്ങൾ കാര്യങ്ങളൊക്കെ. പക്ഷേ അതിൽ അവർ പിന്നെ മാത്രമല്ല നിഫ്ലാസൽ തങ്ങൾക്ക് വരുന്നതായ അന്നത്തെ എന്തൊക്കെ വിഷയങ്ങളുണ്ട് അതൊക്കെ ഇവർ ഈ ഭാര്യമാരല്ലേ അതിലൊക്കെ നിഫ്ലാസൽ തങ്ങളോടൊത്തുണ്ടായിരുന്നത് പ്രത്യേകിച്ച്. അപ്പോൾ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു വിഭാഗം ആളുകൾക്ക് എന്ത് ചെയ്യാണ് ഈ ഒരു പിന്നെ അംഗീകാരം അല്ലെങ്കിൽ ഒരു അവസരം അള്ളാഹു പ്രഖ്യാപിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് ലാ യഹില്ലു ലക നിസാഉ മിൻ ബഅദു, ഇനി നിങ്ങളുടെ ഭാര്യമാർ ഇവർക്കപ്പുറം എന്തില്ല നിങ്ങൾക്ക് മറ്റൊരു ഭാര്യ അനുവദനീയം അല്ല. അതാണ് ഇവിടെ ഈ മിംബഅദു കണ്ട മിംബഅദു എന്നുള്ളതിൻ്റെ എപ്പോഴും ഇതിന് മുദാഫും പിന്നെ മുദാഫിൻ ഇലൈഹി വേണം, മുദാഫിൻ ഇലൈഹി വേണം, അതിവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ നിങ്ങളുടെ നിലവിലുള്ള ഭാര്യമാർക്ക് ശേഷം ഇനി എന്തില്ല അതിനപ്പുറം മറ്റ് ഭാര്യമാർ നിങ്ങൾക്ക് അനുവദനീയമല്ല. അതാണ് ഇവിടെ ചിലർ പറഞ്ഞത് ഇവിടെ ആ മുദാഫിൻ ഇലൈഹി കളഞ്ഞു പോയത് കാരണത്താൽ ചിലർ പറഞ്ഞത് പിന്നെ ഇന്ന അഹ്ലൽനാ ലക അസ്വാജകല്ലാത്തി ആതൈത ഉജൂറഹുന്ന എന്ന് പറഞ്ഞിട്ട് 4 വിഭാഗത്തെ പറഞ്ഞില്ലേ ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു പോയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹിജറ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത ബന്ധുക്കരായ സ്ത്രീകൾ ബനാത്തു അമ്മിക ബനാത്തു അമ്മാതിക് ബനാത്തു ഖാലിക ബനാത്തു ഖാലാതിക് എന്ന് പറഞ്ഞില്ലേ അവർ, പിന്നെ മിൽക്കിയമീൻപ്പെട്ട ഇണകൾ, പിന്നെ ഉംറഅത മുഅ്മിനത്തൻ ഇൻ വഹബത് നഫ്സഹ നബി പിന്നെ ഇൻ അറാദ നബി അൻ യസ്തൻകിഹ എന്നൊക്കെ പറഞ്ഞില്ലേ അൽ വാഹിബാത്ത്. 4 ഗണം സ്ത്രീകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ റസൂലുള്ളാഹിക്ക് അനുവദിക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞില്ലേ. അതിനുശേഷം അതിനപ്പുറം ഇനി പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കൂടുതൽ ശരിയുടെ അടുത്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ അവർക്കപ്പുറം ഇനിയൊരു സ്ത്രീ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവദനീയമല്ല എന്നുള്ളതാണ്. വല അൻ തബദ്ദല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തബ്ദീൽ നടത്താൻ പാടുള്ളതല്ല, തബ്ദീൽ പകരം കൊള്ളാൻ പാടുള്ളതല്ല. അതായത് നിലവിലുള്ള ഭാര്യമാരിൽ നിന്ന് ഒരാളെ മൊഴി ചൊല്ലി മറ്റൊരാളെ ജീവിതത്തിലേക്ക് പകരം കൊണ്ടുവരാതാണ് ഈ തബ്ദീൽ ഉണ്ടല്ലോ. അതാണല്ലോ എപ്പോഴും ഇവിടെ ഉദ്ദേശം തലാക്ക് ചൊല്ലിയിട്ട് നിലവിലുള്ള ഭാര്യമാരിൽ ഒരാളെ തലാക്ക് ചൊല്ലിയിട്ട് മറ്റൊരു വിവാഹം ഒരു പുനർവിവാഹം വേറെ സ്ത്രീയെ അതും പാടില്ല എന്നാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തലാക്ക് നല്ല പ്രയോഗിച്ചു. എന്താ പ്രയോഗിച്ച് തബദ്ദല എന്നാണ് പ്രയോഗിച്ചത്. തബദ്ദൽ പലപ്പോഴും ഒരു പിന്നെ ഉണ്ടല്ലോ വിവാഹമോചനം നടത്തേണ്ടി വരുന്ന ഒരാളെപ്പോഴും എന്താഗ്രഹിക്കും ഒരു പുനർവിവാഹത്തെ ആഗ്രഹിക്കും അല്ലേ. ഒരു ബദൽ കണ്ട് നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. തലാഖിൻ്റെ വിഷയത്തിൽ എപ്പോഴും അങ്ങനെയാണ്. ഒരു തലാഖാണ് എങ്കിൽ അപ്പുറത്തൊന്ന് കണ്ടു വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തലാഖ് എന്ന് പറയാതെ ഈ ഒരു വിഷയം ഇവിടെ ഈ പദം പ്രയോഗിച്ചത്. വല അൻ തബദ്ദല ബിഹിന്ന മിൻ അസ്വാജി, ഇവരെ തലാഖ് ചൊല്ലിയിട്ട് അതിന് പകരം മറ്റൊരു സൗജിനെ അതും നിങ്ങൾക്ക് വല എന്ന് പറഞ്ഞാൽ വല യഹില്ലു ലക് വത്ഫാൻ താങ്കൾക്ക് അനുവദനീയമാകൂല എന്ന് പറയുന്നു. വലൗ അഅജബക ഹുസ്നുഹുൻ വലൗ അഅജബക താങ്കളെ കൗതുകപ്പെടുത്തിയാലും അഅജബ യുഅജിബ് ഈ വിവാഹവുമായി ബന്ധപ്പെട്ടല്ലേ. പിന്നെ ഈ വല അബ്ദു മുഅ്മിൻ ഖൈറു മിൻ മുശ്രിക്കിൻ വലൗ അഅജബക്കും, അതുപോലെ തന്നെ വല അമതു മുഅ്മിനത്തുൻ ഖൈറു മിൻ മുശ്രിക്കത്തിൻ വലൗ അഅജബത്കും വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞില്ലേ. അത് നിങ്ങളെ കൗതുകപ്പെടുത്തിയാലും ശരി ഇഷ്ടപ്പെടുത്തിയാലും ശരി എന്നുള്ള അർത്ഥത്തിൽ ഈ പ്രയോഗമാണ് വരുന്നത്. വലൗ അഅജബക ഹുസ്നുഹുന്ന, അവരുടെ ഹുസ്ൻ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ എന്താ ശാരീരിക കാന്തിയാകാം, സ്വഭാവ ശുദ്ധിയാകാം. ഹുസ്ൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചത്. അവരുടെ സൗന്ദര്യം ഭംഗി അത് സ്വഭാവത്തിൽ അതാണ് അടിസ്ഥാനം. പിന്നെ ശാരീരികമായി അത് താങ്കളെ വലൗ ആജബക കൗതുകപ്പെടുത്തിയാലും ശരി എന്നുള്ളതാണ്. ഈ വലൗ ആജബക ഹുസ്നുഹുന്ന എന്നുള്ളത് വിവാഹത്തിൻ്റെ വിഷയത്തിൽ ഒരു പ്രധാന മസലയെ ഉണർത്തുന്നുണ്ട്. ആരാ പറയാം? പെണ്ണ് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം എന്നുള്ളത്. കാണുക എന്ന് മാത്രമല്ല കണ്ട് നമ്മൾക്ക് അതിൽ അവളെ ഇഷ്ടപ്പെടുക. പെണ്ണാണല്ലോ, അതുകൊണ്ട് തന്നെ കൗതുകപ്പെടുക എന്നുള്ള വിഷയം ഈ പെണ്ണ് കാണൽ അതാണ് ഇതിൻ്റെ വിഷയം. അതാണ് ഇവിടുത്തെ പ്രധാന മസല. എപ്പോഴാണ് അവരുടെ ഹുസ്നിൽ നമുക്ക് കൗതുകം ഉണ്ടാവുക?
അത് പെണ്ണ് കാണുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ പെണ്ണ് കാണണം കല്യാണത്തിന് മുമ്പ് എന്നതാണ് ഇവിടുത്തെ മസാല. അതാണ് ഇവിടുത്തെ മസാല. കല്യാണം കഴിക്കുന്ന പോകുന്ന പെണ്ണിനെ കാണണം, കണ്ട് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് ഇവിടെ ഇതറിയിക്കണ മസാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൽപ്പിച്ചിട്ടുണ്ട്. മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹു പിന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ച റസൂലുള്ളാഹിനോട് പറയണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ അവരെ കണ്ടോ? അപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പോയി കാണാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് ഉൻദുർ ഇലൈഹ, അവരെ പോയി നോക്കാൻ പറഞ്ഞ്. എന്നിട്ട് പറഞ്ഞു, അതാണ് നിങ്ങൾക്കിടയിലുള്ള ബന്ധം അത് നിത്യമാകാൻ കാരണീയമായത് കാണാൻ പറഞ്ഞു മുഗീറ റളിയല്ലാഹു തആല. അതുകൊണ്ട് മുഗീറ റളിയല്ലാഹുവിന് അദ്ദേഹം പല കല്യാണങ്ങൾ കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ദുഹാത്തുൽ അറബ് എന്നാണ്. അറബികളുടെ ദുഹാത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിരാക്ഷസൻ. അറബികളിലെ ബുദ്ധിരാക്ഷസന്മാരിൽ എണ്ണപ്പെടുന്ന ആളാണ് മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു തആല അൻഹു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ ചരിത്രം വായിച്ചതാണ്. അദ്ദേഹം ബഹ്റൈനിൽ അന്നത്തെ ഗവർണറായി. അന്നത്തെ ബഹ്റൈൻ നടത്തണമെങ്കിൽ ഒന്നുകിൽ ബഹ്റൈൻ നടത്തുന്ന സ്ഥലം ഇറാഖിൽ അവിടെ ഉണ്ട്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾക്കിടയിൽ സ്ഥലം, അത് ബഹ്റൈൻ അറിയപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ബഹ്റൈൻ ഇവിടെ ഈ ഭാഗത്തിന് ബഹ്റൈൻ പ്രസിദ്ധമാണ്. ഏതായാലും ബഹ്റൈനിൽ എനിക്കോട്ട് അത് കേസ് കണ്ടിട്ട് അവിടുത്തെ ബഹ്റൈനാണ്, ഈ ബഹ്റൈൻ ആകാൻ തരല്ല. എന്തായാലും ബഹ്റൈനിലെ ഗവർണറായിട്ട് അദ്ദേഹത്തെ നിശ്ചയിച്ചു. അപ്പം എന്ത് ചെയ്ത് അവിടുത്തെ ആളുകൾക്ക് പറ്റിയില്ല, മുഗീറിനെ പറ്റിയില്ല. അപ്പം മുഗീറിനെ കുറിച്ചിട്ട് പിന്നെ അവരെന്ത് ചെയ്ത് ആവലാതിപ്പെട്ടപ്പോൾ മുഗീറിനെ ഉമർ വിളിപ്പിച്ചു. പിന്നെ ബഹ്റൈൻകാർക്ക് പേടി. എന്താ പേടി? മുഗീറയാണ്. ഉമറായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മുഗീറൊക്കെ അറിയാം പിന്നെ എങ്ങനെയാണ് ഉമറിനെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവർക്ക് മനസ്സിലായി. വീണ്ടും ഉമർ എന്ത് ചെയ്യും? മുഗീറിനെ അവിടേക്ക് ഇനിയും ആക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അവർക്ക് പേടിയായി. മുഗീറ ഇനി ഞങ്ങൾക്ക് തന്നെ ഗവർണറായി വന്നാൽ. അപ്പോൾ അവർ വേറെ കംപ്ലൈൻറ്റ്, മുഗീറ പിന്നെ മോഷണം നടത്തി എന്ന് പറഞ്ഞിട്ടൊരു വൃദ്ധനെ ഒരാളെ എന്ത് ചെയ്യാണ് ഇവർ 1,00,000 ഉണ്ടല്ലോ, 1,00,000 പണം അതൊരാളെ അവർ സ്വരൂപിച്ചിട്ട് എന്ത് ചെയ്തു? ബഹ്റൈൻകാർ സ്വരൂപിച്ചിട്ട് ഒരു വൃദ്ധനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് ഇത് മുഗീറ മോഷ്ടിച്ചതാണ്, എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് ഉമറിനോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഉമറിനോട് ഈ വൃദ്ധം വന്നിട്ട് പറഞ്ഞത് മുഗീറ മോഷ്ടിച്ചതാണ്, പിന്നെ 1,00,000 പണം ഇത് എന്നിട്ട് എന്നെ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഉമർ മുഗീറിനോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുഗീറ എന്താണ് ഇത് വിഷയം നോക്കുന്നത്? അപ്പോൾ അയാൾ പറയുന്നത് ശരിയാണ്, പക്ഷേ 2,00,000 പണം ഉണ്ടായിരുന്നു, 1,00,000 അല്ല, ഞാൻ 2,00,000 ആണ് അയാൾ ഏൽപ്പിച്ചത്, 1,00,000 അല്ല എന്ന് പറഞ്ഞതാണ്. അയാൾ ഈ പറയുന്നത് ശരിയല്ല, 2,00,000 ആണ് എന്ന് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ അതെന്തുകൊണ്ട് എടുത്തു വെച്ചപ്പോൾ എനിക്ക് വറുതിയായിരുന്നു, പട്ടിണിയായിരുന്നു, കുട്ടികൾക്ക് എൻ്റെ കുട്ടികൾക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരാൾ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ശിക്ഷ നടപ്പിലാക്കാൻ പാടില്ല. പട്ടിണി കാരണത്താൽ എടുത്തിട്ടുണ്ടെങ്കിൽ കൈകൊത്താൻ പാടില്ല. അപ്പോൾ ഞാൻ ആവശ്യക്കാരനായിരുന്നു, പരിവട്ടായിരുന്നു, അതുകൊണ്ടാണ് മോഷ്ടിച്ചത്. 2,00,000 ഉണ്ടായിരുന്നു, 1,00,000 അല്ല, ഇയാൾ പറയുന്ന കളവാണ് എന്ന് പറഞ്ഞതാണ്. അതായത് അയാളാകപ്പെട്ട്. എന്നിട്ട് പിന്നെ മുഗീറ വിശദീകരിച്ചു കൊടുത്ത് ഈ ആളുകളുടെ സ്വഭാവം അവർ ഇത്തരം ഇയാൾ കള്ളാണ് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളിലൂടെ കളവ് തെളിയിച്ചു എന്നുള്ളതാണ്. മുഗീറ അത്ര ഭയങ്കര ബുദ്ധിരാക്ഷസനായിരുന്നു മുഗീറ. അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ തോൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് പെണ്ണ് കാണൽ ചടങ്ങിലാണ് തോൽപ്പിക്കപ്പെട്ടത്. ഒരു പെണ്ണ് കാണാൻ വേണ്ടി പോയപ്പോൾ പിന്നെ പെണ്ണിനെ കുറിച്ച് തിരക്കിയെന്നാണ്. അപ്പോൾ അയലോക്കത്തുള്ള ഒരാൾ പറഞ്ഞ് അതിനെ കെട്ടണ്ട, അതിനെ ഒരു ആൾ ചുംബിക്കണത് ഞാൻ കണ്ടിരുന്നു. അങ്ങനെ മുഗീറ അറിയാം. പിന്നീട് ഞാൻ എന്ത് ചെയ്തു അറിഞ്ഞു ആ ആൾ ഇവളെ കെട്ടിയെന്നുള്ളത്. അപ്പോൾ ചോദിച്ചപ്പോൾ അതായ കുട്ടീൻ്റെ അയൽവാസിയാണ്, അതിൻ്റെ വാപ്പയിനെ ചുംബിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. മുഗീറൻ്റെ കുറേ ചരിത്രങ്ങളുണ്ട്. അതേപോലെ ഒരിക്കൽ ഒരു കല്യാണാന്വേഷണത്തിന് മുഗീറ പെണ്ണാണൽ ചടങ്ങിന് ചെന്നപ്പോൾ ഒരു യുവാവും വന്ന്, മുഗീറയ്ക്ക് പ്രായമായിക്കണേ റളിയല്ലാഹു അൻഹു. രണ്ടാക്കും ഈ സ്ത്രീയെ കാണാനാണ് വന്നിരുന്നത്. അപ്പോൾ ആ പെണ്ണപ്പുറത്തുണ്ട്, മുഗീറയും ഇയാളും. കാണാൻ മുഷ്കിലെന്താ, അങ്ങനെ പാടില്ല എന്നുണ്ടോ? ഒരാൾമാർ മുഷ്കില. ഏതായാലും പെണ്ണ് കാണണം എന്നുള്ളതാണ്, ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്, നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മുഗീറയ്ക്ക് മനസ്സിലായി ഞാൻ വൃദ്ധനാണ്, ഇയാൾ യുവാവാണ്, പെണ്ണ് കണ്ടാൽ അപ്പോൾ മുഗീറ വെറുതെ ഇയാളോട് സംസാരിക്കുകയാണ്, ഇയാളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, പിന്നെ എന്തൊക്കെ സംസാരിക്കണം, യുവാവിനോട് സംസാരിക്കാൻ. അങ്ങനെ ഈ ഹിസാബുണ്ടല്ലോ,
ഈ കാശ് ഈ കാശ് നോക്കുന്ന കാര്യമൊക്കെ ചിലവഴിക്കുന്ന കാര്യം അതിൽ നിങ്ങളുടെ രീതി എന്താണെന്ന് ചോദിച്ചു എന്നാണ് മുഗീറ. അപ്പോൾ ആ യുവാവ് പറയാണ് എല്ലാ ഫാദത്തൻ വല ഷാദത്തൻ ഇല്ല ഹാസബ്തുഹ അഹ്സൈത്തുഹ വ ഹാസബ്തുഹ. ചെറുതാണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യും, അതിൽ ചോദ്യം ഉന്നയിക്കും, ഞാൻ വിചാരണ ചെയ്യും, എവിടെ ചിലവഴിച്ചു, എന്തിനു ചിലവഴിച്ചു. അതിൽ ഞാൻ ഒരു ഫാദത്തും ഷാദത്തും പറഞ്ഞാൽ ഒരു ചെറുതാണെങ്കിൽ ഞാൻ വിടൂല, അങ്ങനെ ഞാൻ നോക്കും എന്ന് അയാൾ പറഞ്ഞു യുവാവ്. അപ്പോൾ മുഗീറ പറഞ്ഞതാണ്, ഞാൻ അങ്ങനെയല്ല, ഞാൻ ഒരു കിഴിയിൽ പണം കൊണ്ടിട്ട് പെരയിൽ അവിടെ വെക്കും, വീട്ടുകാർക്ക് വേണ്ട അത്രയിൽ നിന്ന് എടുക്കാം. പിന്നെ ആ കിഴി പോയി ഒക്കെ തീർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ കിഴി കൊണ്ടിട്ട് വേറെ കിഴി നിറച്ച് പണം അവിടെ കൊണ്ടുപോയി വെക്കും, യഥേഷ്ടം ഉപയോഗിക്കാം. ഞാൻ എൻ്റെ രീതി അതാണെന്ന് പറഞ്ഞത്. അതൊക്കെ ഈ കുട്ടി അവിടുന്ന് കേൾക്കുകയാണ്. അവർ മുഗീറിനെ തിരഞ്ഞെടുത്തു എന്നാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതാണല്ലോ ഒരു വിഷയം. അത് മുഗീറിൻ്റെ വിഷയത്തിന് വേറെയുണ്ട് ചരിത്രം. അലാക്കുല്ലിൻ പെണ്ണ് കാണൽ എന്നുള്ളത് എന്താണ്, മുഗീറോട് റസൂലിനെ പറഞ്ഞ് പോയിട്ട് കാണണം, കണ്ടതിന് ശേഷം അവരെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതൊരു ജാബിർ റളിയല്ലാഹു അൻഹു ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരു സ്ത്രീയെ ബനൂ സലമയിൽ നിന്ന് ഒരു പെണ്ണിനെ കല്യാണം അന്വേഷിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കല്യാണം അന്വേഷിച്ചിട്ടുണ്ട് ഈ പെണ്ണ് കാണണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ സ്ത്രീയെ കാണാൻ വേണ്ടിയിട്ട് ഒരു കെറബിന് പിന്നിൽ മറിഞ്ഞു നിന്നതാണ്. കെറബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈത്തപ്പന മുറിച്ചിട്ടുള്ള കുറ്റി ഉണ്ടല്ലോ, കുറ്റി, ആ കുറ്റിക്ക് പിന്നിൽ മറിഞ്ഞു നിന്ന് അങ്ങനെ അവൾ പോകുന്നത് ഞാൻ നോക്കി കണ്ടു, എന്നിട്ടാണ് ഞാൻ അവളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതെന്ന് പറഞ്ഞു. മുഹമ്മദ് ബിൻ മസ്ലമ അൽ അൻസാരി, മുഹമ്മദ് ബിൻ മസ്ലമ അൽ അൻസാരി അറിയപ്പെട്ട സഹാബിയാണ്. അദ്ദേഹം ബുസൈന ബിൻതു ദഹാഖ് എന്നിവരെ ഖിത്ബത്ത് വിവാഹാന്വേഷണത്തിന് വരുമ്പോട്ട് അങ്ങനെ മുഹമ്മദ് ബിൻ മസ്ലമ ഇതിനെ ഖിത്ബ അന്വേഷിച്ചപ്പോൾ, വിവാഹാന്വേഷണം നടത്തിയപ്പോൾ പിന്നെ ഒരിടത്ത് പോയിട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ്, ഇവിടെ പോണ വഴിയിൽ ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ സഹൽ ഇബ്നു അബി ഹസ്മ റളിയല്ലാഹു അൻഹു ഇത് കണ്ട് ഒരു പെണ്ണിനെങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത്, പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പെണ്ണ് പോകുമ്പോൾ കണ്ണ് താഴ്ത്താണെന്നല്ലേ, അതുകൊണ്ട് അവരുടെ പതിവ് അതാണ്, സ്ത്രീകളെ നോക്കൂല, കണ്ണ് താഴ്ത്തും. പക്ഷേ ഇതൊരാളിങ്ങനെ ഒരു പെണ്ണ് പോകുമ്പോൾ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ പിന്നെ കുന്തു അതഹായൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. മുഹമ്മദ് ബിൻ മസ്ലമ പറയുന്നത്, ഞാനിങ്ങനെ അതഹായൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ വരുന്നത് അവർ പോകുന്നത് ഇങ്ങനെ സമയം പാത്ത് നോക്കുകയാണ്. അപ്പോൾ അതാണ് സഹൽ ബിൻ അബി ഹസ്മ കണ്ടിട്ട് പെണ്ണുങ്ങളെ നോക്കിയേ, സഹാബിയല്ലേ എന്ന് പറയുന്നത്, സാഹിബ് റസൂലില്ല, അള്ളാഹ് റസൂലിൻ്റെ സാഹിബല്ലേ, നിങ്ങളെങ്ങനെ ഇങ്ങനെ നോക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു എന്നാണ്, ഞാൻ അവരെ ഖിത്ബത്ത്, ഒരാളുടെ കൽബിൽ ഒരു സ്ത്രീയെ ഖിത്ബത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ഫല്യൻദുർ ഇലൈഹ. ഖിത്ബ എന്ന് പറഞ്ഞാൽ വിവാഹാന്വേഷണം. ഖിത്ബ വിവാഹാന്വേഷണം ഒരാളുടെ മനസ്സിൽ ഉദിച്ചാൽ പിന്നെ അവരെ നോക്കണം, കാണണം എന്ന് പിന്നെ പറഞ്ഞു എന്നാണ്. അപ്പോൾ അതൊരു ഇതാണ്, അത് അനുവദിക്കപ്പെട്ടതാണ്, സ്ത്രീകളെ നോക്കാൻ പാടില്ല. പക്ഷേ പിന്നെ ഇങ്ങനെ ഈ ആളുകളുണ്ടല്ലോ സ്ത്രീകളെ നോക്കുന്ന ഒരു പ്രവണത, അത് പാടുള്ളതല്ല ഇസ്ലാമിൽ. കണ്ണ് താഴ്ത്താൻ, ദൃഷ്ടി താഴ്ത്താനാണ് അള്ളാഹു പറഞ്ഞത്, ആണിനോടും പെണ്ണിനോടൊക്കെ. പക്ഷേ കല്യാണം അന്വേഷിക്കുമ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യുക, നോക്കാം. അതിന് എന്താണ് തരപ്പെട്ട വഴി, അത് ആകാം എന്നുള്ളതാണ്. തരപ്പെട്ട വഴികൾ അത് ആകാം എന്നുള്ളത് എന്തായാലും നോക്കണം എന്നുള്ളതാണ്, കാണണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അലി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു വിവാഹം അന്വേഷിച്ചപ്പോൾ ഉമർ ആദ്യം ഉമർ കുറേ കല്യാണം അന്വേഷിച്ചു, ചോദിച്ചു അലിയാരോട് മകൾ ഉമ്മു കുൽസൂമിനെ. അപ്പോൾ അലി സമ്മതിച്ചില്ല. ഉമറിന് 60 വയസ്സായിരുന്നു അന്ന്. ഇവള് ചെറുപ്രായക്കാരിയാണ് ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ, വലിയ മഹദിയായിരുന്നു. പക്ഷേ എപ്പോഴും ഉമർ ചോദിക്കുന്നതാണ്, പക്ഷെ അലി സമ്മതിക്കില്ലായിരുന്നു. അവസാനം ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അലിയാരെന്നെ പറയാണ്, പിന്നെ ഞാൻ അവരെ പറഞ്ഞയക്കാം, നോക്കാൻ പറയാം. ഉമറിനറിയാം, പക്ഷെ എന്നാലും അലി പറയാണ് ഞാൻ അവരെ പറഞ്ഞയക്കാൻ നോക്കാൻ പറയാം. അങ്ങനെ പിന്നെ അലി ഒരു വസ്ത്രം കൊടുക്കുകയാണ് ഉമ്മു കുൽസൂമിൻ്റെ അടുത്ത്, വസ്ത്രം. എന്നിട്ട് അമീറുൽ മുഅ്മിനീന് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു വസ്ത്രം. എന്നിട്ട് അമീറുൽ മുഅ്മിനീനോട് ചോദിക്കണം ഇത് ഇഷ്ടായോന്ന് ചോദിക്കാൻ പറയുന്നു. അങ്ങനെ കുട്ടി പോയി പിന്നെ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ പോയി പിന്നെ ഇത് വാപ്പ തന്നാണ്, അമീറുൽ മുഅ്മിനീൻ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കാൻ പറഞ്ഞു എന്നാണ്. അപ്പോൾ ഉമർ ഇഷ്ടമായി എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് പിന്നെ കല്യാണം നടന്നത്. ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ അവരിലാണ് റുഖയ്യ, സെയ്ദ് എന്നീ കുട്ടികൾ ഉമറിന് ഉണ്ടായത്. ആയില സെയ്ദും ഈ ഉമ്മു കുൽസൂമും ഒരു ദിവസമാണ് മരിക്കുന്നത്. ഒക്കെ ചരിത്രത്തിൽ കാണാം. ബക്കയിൽ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ അവരാണ് ഉമർ അമീറുൽ മുഅ്മിനീനായിരിക്കെ പിന്നെ ഭരണത്തിൻ്റെ വിഷയങ്ങളിലൊക്കെ ഉമറിനെ വളരെയധികം സഹായിച്ചൊപ്പമുണ്ടായിരുന്ന മഹദി.
ഒരു സ്ത്രീ പ്രസവിച്ചൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ, വഴിയിൽ ഒരു ഹൈമയിൽ ഒരു സ്ത്രീ പ്രസവിച്ചപ്പോൾ ഉമർ ഭാര്യയെ കൊണ്ടുപോയിട്ട് ആ പ്രസവം എടുത്ത് പറഞ്ഞത്, അത് ഈ ഭാര്യയാണ്, ഈ കുൽസും എന്നിവരെ കൊണ്ടുപോയിട്ടാണ് ആ പ്രസവം എടുത്തൊക്കെ ചരിത്രം. അല്ല കുല്ലി ഇതിലേറ്റവും വിഷയം എന്താണ്, ഈ വലൗ അജബക ഹുസ്നുഹുന്ന, ആ സ്ത്രീകളുടെ ഹുസ്ൻ സൗന്ദര്യം, ഭംഗി, അല്ലെങ്കിൽ അവരുടെ മഹിമ, അത് താങ്കൾ എത്ര കൗതുകപ്പെടുത്തിയാലും ഈ ഭാര്യമാർക്കപ്പുറം ഇവരിൽ ഒരാളെ ഒഴിവാക്കി മറ്റൊരു ഭാര്യയെ സ്വീകരിക്കുക എന്നുള്ളത് ലാ യഹില്ലു ലക്, താങ്കൾക്ക് അനുവദനീയമല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇല്ലാ മാ മലകത് യമീനു, താങ്കളുടെ മിൽക്ക് യമീനായിട്ടുള്ള സ്ത്രീകൾ ഒഴികെ അവരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇണകളായിട്ട് സ്വീകരിക്കാം, മിൽക്ക് യമീനെ സ്വീകരിക്കാം. പക്ഷേ ഈ സ്വതന്ത്ര സ്ത്രീകളായിട്ടുള്ളവരെ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട ഭാര്യമാർ 9 പേരുണ്ട്, അന്ന് 9 പേരല്ലാതെ മറ്റുള്ളവർ അനുവദനീയമല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇതിൽ ലാ യഹില്ലു ലക നിസാഉ മിൻ ബഅദു എന്നല്ലേ, ബഅദു അതിന് ശേഷം അല്ലെങ്കിൽ ഇതിന് ശേഷം എന്നാണ്. ഇവിടെ ബഅദു എന്നതിന് ശേഷം ഏതിന് ശേഷം എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഉദ്ദേശം ഒന്നുകിൽ നമ്മൾ പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അനുവദിച്ചെന്ന നിങ്ങൾ മഹർ നൽകിയ ഭാര്യമാർ ഉണ്ടല്ലേ, ഈ 9 ഭാര്യമാർ, അവർക്ക് ശേഷം, അവർക്കപ്പുറം, അല്ലെങ്കിൽ അവരെ കൂടാതെ, ഗൈർ എന്നുള്ള അർത്ഥത്തിൽ അവരെ കൂടാതെ ഏറെ സ്ത്രീകൾ നിങ്ങൾക്ക് അനുവദനീയമല്ല, ഏറെ സ്ത്രീകൾ, അതാണ്. അല്ലെങ്കിൽ ചിലർ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ 4 വിഭാഗം പറഞ്ഞില്ലേ, അവർക്ക് ശേഷം ഇനി സ്ത്രീകൾ അനുവദനീയമല്ല എന്ന അർത്ഥത്തിൽ. അല്ലെങ്കിൽ ഈ സമയത്തിന് ശേഷം മിംബാദി ഹാദൽ വഖ്ത്, മിംബാദി ഹാദൽ വഖ്ത്, ഈ സമയത്തിന് ശേഷം, ഈ ആയത്തിറങ്ങുന്ന സമയമുണ്ടല്ലോ, ഇതിന് അപ്പുറം ഇനി ഒരു സ്ത്രീകളെയും ഏറെ നിങ്ങൾക്ക് അനുവദനീയമല്ല വിവാഹം കഴിക്കാൻ. അതാണ് അവിടെ ഈ ബഅദു അതിൻ്റെ മുദാഫുൻ ഇലൈഹി സങ്കല്പിക്കേണ്ടത്. വല അൻ തബദ്ദല ബിഹിന്ന മിൻ അസ്വാജിൻ, ഒരാളെ വിവാഹമോചനം നടത്തി വേറൊരാളെ കൊണ്ടുവരിക എന്നുള്ളതും പകരം കൊണ്ടുവരിക എന്നുള്ളതും താങ്കൾക്ക് അനുവദനീയമല്ല എന്ന് പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വലൗ അഅജബക ഹുസ്നുഹുൻ ഇല്ലാ മാ മലകത് യമീനുക്കും. വിഷയം ഇതിൽ പ്രധാനപ്പെട്ട വിഷയം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, മാ മാത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അബാഹല്ലാഹു ലഹു മാ ശാഅ മിനൻ നിസാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ആയത്ത് ലാ യഹില്ലു ലക എന്നുള്ളതിൻ്റെ വിധി എന്ത് ചെയ്തിട്ടുണ്ട്, നസ്ഖിന് വിധേയമായിട്ടുണ്ട്. നസ്ഖ് എന്ന് പറഞ്ഞാൽ ആയത്തുകൾ ഉണ്ടല്ലോ, ചില ആയത്തുകളെക്കുറിച്ച് മുഹ്കമത്ത് എന്ന് പറയും, മുഹ്കമത്ത്, ചിലതിനെക്കുറിച്ച് മൻസൂഖ എന്ന് പറയും. മൻസൂഖ എന്ന് പറഞ്ഞാൽ നസ്ഖിന് വിധേയമായത്, വിധി ദുർബലപ്പെടുത്തപ്പെട്ടത്. മുഹ്കമത്ത് എന്ന് പറഞ്ഞാൽ വിധി ദുർബലപ്പെടാത്തത്. ഈ ആയത്ത് ലാ യഹില്ലു ലക നിസ എന്ന് പറഞ്ഞ ഈ ആയത്ത് അത് മുഹ്കമത്താണോ മൻസൂഖത്താണോ? മുഹ്കമത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് ഇത് ഇതേപോലെ തന്നെയാണ്, ഇതിൻ്റെ വിധി ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് വരെ ലാ യഹില്ലു ലക നിസ ഈ ഹുക്കുമാണ്. ചിലർ പറഞ്ഞില്ല മൻസൂഖത്താണ്, ഈ ആയത്തിൻ്റെ ഹുക്കുമ് നസ്ഖിന് വിധേയമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വിധി ഒരു കുറഞ്ഞ കാലം മാത്രമായിരുന്നു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ മറ്റു സ്ത്രീകളെ വിവാഹം കഴിക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്ന തന്നെ ഒരു ഹദീസ് ഷെയ്ഖ് അൽബാനി അതിനെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അത് ദുർബലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞ റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി ഉദ്ദേശിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ വിധി എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന വിധി ഇവിടെ റസൂലുള്ളാഹിക്ക് ഇവിടെ ലാ യഹില്ലു എന്ന് പറഞ്ഞു അല്ലേ, അതൊരു വിധിയല്ലേ, ആദ്യത്തെ വിധിയാണ്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകി എന്ന് പറയുന്നത് എന്താണ്, അത് മറ്റൊരു വിധിയല്ലേ. ഇത് ആദ്യ വിധി, ഇതിനെന്ത് ചെയ്ത് പിന്നീട് വന്ന വിധി ദുർബലപ്പെടുത്തി, പിന്നീട് വന്ന വിധി എവിടെയുള്ളത്, ഹദീസിലാണുള്ളത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ്റെ ഒരു വിധിയെ സുന്നത്ത് കൊണ്ട് നസ്ഖ് ചെയ്യാമെന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. മനസ്സിലായി? ഇത് ഈ അഭിപ്രായം സ്വീകരിക്കുന്നവരുടെ ഈ ആയത്ത് മുഹ്കമത്തല്ല മൻസൂഖത്താണ് എന്ന് പറയുന്നവരുടെ പക്ഷം അതാണ്. സുന്നത്ത് കൊണ്ട് എന്ത് ചെയ്യാം, ഖുർആൻ്റെ വിധിയെ നസ്ഖ് ചെയ്യാം, ദുർബലപ്പെടുത്താം എന്നുള്ളതാണ്. ചിലർ പറഞ്ഞത് ആയത്തിൻ്റെ വിധി മൻസൂഖത്താണ്, ദുർബലപ്പെടുത്തപ്പെട്ടതാണ്. നമ്മൾ വിധി എന്ന് പറയുന്നത് എന്താണോ, വിധിയെ ദുർബലപ്പെടുത്തപ്പെട്ടുള്ളൂ. ആയത്ത് എന്താണ്, ആയത്ത് വിശുദ്ധ ഖുർആൻ ആയത്താണ്, അത് ഓതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓരോ അക്ഷരത്തിനും പ്രതിഫലമുണ്ട് തുടങ്ങിയ വിഷയങ്ങളൊക്കെ അതാണ് മനസ്സിലാക്കാനാണ്. പദങ്ങളല്ല ദുർബലപ്പെടുത്തപ്പെട്ടത്, വിധിയാണ് ദുർബലപ്പെടുത്തപ്പെട്ടത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് പറയുന്നത്. ചിലർ പറഞ്ഞത് ഇത്
ദുർബലപ്പെടുത്തപ്പെട്ടെങ്കിലും ഇതാദ്യം ഇറങ്ങിയതാണ്. ലാ യഹല്ലുലക നിസ എന്നുള്ളത് ആദ്യം ഇറങ്ങിയതാണ്. നമ്മൾ ഇന്ന അഹ്ലൽനാലക അസ്വാജകല്ലാത്തി ആതൈത ഉജൂറഹുന്ന എന്ന് പറഞ്ഞേ, ആ ആയത്ത് പിന്നീട് ഇറങ്ങിയതാണ്. ആ ആയത്താണ് ഇതിനെ ദുർബലപ്പെടുത്തിയെന്നാണ് പറയുന്നത് ചില പണ്ഡിതന്മാർ പറഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരു ചർച്ച ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല ഇതിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരു നിക്കാഹ് ചെയ്തിട്ടില്ല എന്നുള്ളത് ചരിത്രം. പക്ഷേ ആയിഷ റളിയല്ലാഹു തആല എന്ന് പറയുന്നത് റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ഹലാലാക്കിയിട്ടുണ്ട്, അത് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു മസാലയാണ് ഈ നസ്ഖുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ ആയത്തിൻ്റെ ഒരു വിഷയം വരും, ഉസൂൽ ഫിഖ്. അതിന് സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വിഷയത്തിലാണ് ഈ ഇത് ലാ യഹില്ലു ലക അണ്ടാ. പിന്നെ വല അൻ തബദ്ദല താങ്കൾക്ക് വലൗ അഅജബക യമീനുക അതൊക്കെ പറഞ്ഞില്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഭിസംബോധനയാണ്. പിന്നെ ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെല്ലാം എന്നുള്ളതിനൊരു സാഹചര്യ തെളിവുമില്ല. ഇനി അടുത്ത ആയത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അഭിസംബോധനയെങ്കിലും ഉദ്ദേശം എല്ലാവരും ആണെന്നുള്ളതിനുള്ള സാഹചര്യ തെളിവുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മറ്റുള്ളവർക്കും ഒരുപോലെ. ഇനി നമുക്ക് ആയത്തിൽ ഹിജാബിൻ്റെ ആയത്താണ് വരാൻ പോണത്. ആ ഹിജാബിൻ്റെ ആയത്തിൽ ഉണ്ടല്ലോ, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് അഭിസംബോധന, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയമാണ് പറയുന്നത്. പക്ഷേ അതിലെന്തുണ്ട്, അതിൽ ചില വിധികൾ എല്ലാവർക്കും ആണെന്നുള്ളതിനുള്ള തെളിവുകൾ വേറെ ഉണ്ട്. അങ്ങനെ ഒരു ഇതില്ലാത്തതുകൊണ്ട് ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിലാണ്. അലാ കുല്ലിൻ പിന്നെ ഇവിടെ ഈ ആയത്ത് അബൂബക്കർ ഇബ്നുൽ അറബി അറിയപ്പെട്ട പണ്ഡിതൻ, അഹ്കാമുൽ ഖുർആനിൻ്റെ ഒക്കെ ഗ്രന്ഥകർത്താവായ മാലിക്കി മദ്ഹബിലെ പണ്ഡിതൻ, അദ്ദേഹം ഇത് മുഹ്കമത്താണ്, ഒരിക്കലും എന്തല്ല മൻസൂഖത്തല്ല. ഈ ആയത്തിനെ മറ്റൊരു ആയത്തും ദുർബലപ്പെടുത്തിയിട്ടില്ല. ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞതായ വാക്ക് അത് അവരുടെ വാക്കാണ്. ആയിഷ റളിയല്ലാഹു തആല അവർ പറയുന്നതാണ്. റസൂലുള്ളാഹി വഫാത്താകുന്നതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, തിരുനബി ഉദ്ദേശിക്കുന്ന സ്ത്രീകൾ കഴിക്കാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അവരുടെ വാക്കാണ്. ആ വാക്ക് പോരാ എന്തിനെ ദുർബലപ്പെടുത്താൻ, വിശുദ്ധ ഖുർആൻ്റെ ഒരു ഹുക്കുമിനെ ദുർബലപ്പെടുത്താൻ. അതുകൊണ്ട് ഇബ്നുൽ അറബി അദ്ദേഹം പറയുന്നത് ശക്തമായിട്ട് ഇത് മുഹ്കമത്താണ്, ഇതൊരിക്കലും ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ല, ദുർബലപ്പെടുത്താൻ ഈ ഹദീസ് പര്യാപ്തമല്ല. കാരണം അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഒരു മൊഴിയാണ്, അല്ലാതെ ഒരു എന്തല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ടുള്ള ഒരു ഹദീസ് അല്ല അത്. അങ്ങനെ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, ആ ഒരു അഭിപ്രായം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ശരിയാണ്. ഈ ആയത്ത് മുഹ്കമത്താണ് എന്ന് പറഞ്ഞാൽ ഇതൊരു നസ്ഖിന് വിധേയമായിട്ടില്ല. ലാ യഹില്ലു ലക നിസാഉ മിൻ ബഅദു വല അൻ തബദ്ദല ബിഹിന്ന മിൻ അസ്വാജിൻ വലൗ അഅജബക ഹുസ്നുഹുൻ. ഇവിടെ ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴികെ എന്ന അർത്ഥത്തിലല്ല, എന്നാൽ മാ മലക്കത്ത് യമീനുക്, മിൽക്ക് യമീനായിട്ട് ഉടമപ്പെടുത്തിയതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ നിങ്ങൾക്ക് വിവാഹം ഇണകളായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം മിൽക്ക് യമീൻ തങ്ങളുടെ ഒരു വ്യക്തിയുടെ കയ്യിൽ ഉടമസ്ഥതയുള്ള സ്ത്രീകളാണ്. അവർക്കൊരു ജീവിതം വേണം, അവർക്കും വികാരമുണ്ട്, വിചാരമുണ്ട്, അവരും മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അവർക്കൊരു ജീവിതം സമ്മതിക്കുക എന്നുള്ളത് ഉണ്ടല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു വിഷയമാണ്. അവർ മിൽക്ക് യമീനാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അവർ ജീവിത പങ്കാളികളാക്കുക എന്നുള്ളതാണ്. പിന്നെ അവരിലൂടെ മക്കളുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ സ്വതന്ത്ര സ്ത്രീകളായി മാറുന്ന അവസ്ഥയാണ്. അങ്ങനത്തെ ഒക്കെ വിഷയമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മിൽക്ക് യമീനായിട്ട്, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ മിൽക്ക് യമീനായിട്ടുള്ള ഭാര്യമാരുണ്ടായിട്ടില്ല, മാരിയ റളിയല്ലാഹു തആല അൻഹ അല്ലാതെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ. വകാന അല്ലാഹു ആകുന്നു അലാ കുല്ലി ഷൈഇൻ റഖീബൻ. റഖീബ് എന്താ? റഖീബ് എന്താ? റിഖാബത്ത്, നിരീക്ഷണം, അല്ലെങ്കിൽ മുറാഖബത്ത്. റിഖാബത്ത് അല്ലെങ്കിൽ മുറാഖബത്ത്, വഴി റഡാറിൽ മുറാഖബയാണെന്ന് അറിയില്ലേ? തരീഖ് മുറാഖബുൻ ബി റഡാർ നിരീക്ഷിക്കുന്നുണ്ട് വഴി എന്ന് പറയില്ലേ? ആ നിരീക്ഷണം, ആ ബോധത്തിൽ വണ്ടി ഓട്ടുമ്പോൾ അങ്ങനെ ഉണ്ടാവുക. സ്പീഡ് നിയന്ത്രിക്കും, ട്രാഫിക് നിയമങ്ങൾ സൂക്ഷിക്കും ഒക്കെ അല്ലേ? അതാണ് മുറാഖബത്തിൻ്റെ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവിടെ റഖീബ്. അല്ലാഹു ആകുന്നു റഖീബൻ അലാ കുല്ലി ഷൈഇൻ എന്നാണ്. റഖീബൻ അലാ കുല്ലി ഷൈഇൻ, എല്ലാത്തിൻ്റെയും റഖീബായവൻ, നിരീക്ഷകനായവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരീക്ഷണം
ഭാരങ്ങൾക്കുപരിയിൽ നിന്നുണ്ട്. ആ നിരീക്ഷണത്തിന് കീഴിലാണ് നമ്മളെല്ലാവരും. അപ്പം അള്ളാഹുവിൻ്റെ ആ നിരീക്ഷണത്തിൽ നമ്മളിവിടെ ജീവിക്കണം. അത് കേവലം ആരാധനകളിൽ മാത്രമല്ല നമ്മളുടെ നിത്യ സ്വകാര്യതയിൽ, പരസ്യത്തിലും രഹസ്യത്തിലും, നമ്മൾ ആൾക്കൂട്ടത്തിലാണെങ്കിലും ആളൊഴിഞ്ഞെടുത്താണെങ്കിലും ഒക്കെ ഞാൻ അള്ളാഹിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ള ആ ഒരു വിചാരം അതുണ്ടാവുമ്പോഴാണ് ജീവിതം സൂക്ഷ്മമാകുക. വക്കാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ. ഉണ്ടാവും ഇതൊക്കെ എന്താ നിർത്താം. പിന്നെ ഈ സ്വകാര്യതകൾ, രഹസ്യങ്ങൾ, ഗ്രഹാന്തരീക്ഷങ്ങൾ ഒക്കെയാണല്ലോ, ഗ്രഹാന്തരങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത് നമ്മളുടെ സ്വകാര്യതകളിൽ, അറകളിൽ, വീടുകളിൽ കതകടച്ച് വിരികൾ തൂക്കി അതിനകത്തൊക്കെയാണ് എങ്കിലും നമ്മൾ എന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നു, ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാകാനാണ് അള്ളാഹു ഈ ഒരു അവസാനം കാരണം അള്ളാഹു അലാ കുല്ലി ഷൈഇൻ റഖീബ എന്ന് പറയുന്നത്. എന്തൊക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് അടുത്ത ആഴ്ച പിന്നെ ഹിജാബിൻ്റെ ആയത്താണ്, ആയത്തുൽ ഹിജാബ് പറയാം ഇൻഷാ അല്ലാഹ്.